ഹായ് ഹലോ നമസ്കാരം. ലിങ്ക്ഫിൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിൻ്റെയും എറണാകുളത്തിൻ്റെയും ബോർഡറായ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 ഫീറ്റ് ഒരു 150 to 160 മീറ്റേഴ്സ് നീളത്തിൽ കിടക്കുന്ന ഒരു 5 ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ടാറ്റ സ്ട്രക്ചറുടെ 1.5 ഇഞ്ചിൻ്റെ GI പൈപ്പിൽ 5 ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ഫെൻസിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചെറിയൊരു കോഴി ഫാം ഒരു സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെൻസിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു കൂടല്ല, നമ്മൾ അത്യാവശ്യം ഒരു നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പ് കൂട് അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു 10-15 സെൻറ്റ് സ്ഥലത്തിൽ ഇപ്പോൾ അവർ ഓൾമോസ്റ്റ് ബാക്കിയുള്ള സ്ഥലം ബാക്കിലത്തൊക്കെ അവർ തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയൊരു പാർട്ടീഷൻ ആക്കി എടുത്തിട്ട് അതിനകത്ത് കോഴികളെ വിട്ട് വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫെൻസിങ് എന്താണെന്ന് വെച്ചാൽ 2.5 mm വയർ തിക്നെസ് വരുന്ന 3 ഇഞ്ച് കണ്ണിയകലുള്ള 5 ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് അറിയാമല്ലോ. നമുക്ക് നോർമലി 2 ഓപ്ഷൻസ് ആണ് വരാറ്. ഒന്ന് കോൺക്രീറ്റിൻ്റെ കാലും അതുപോലെ തന്നെ ടാറ്റയുടെ GI പൈപ്പും. ടാറ്റയുടെ GI പൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. നോർമൽ കോൺക്രീറ്റ് പില്ലറിൻ്റെക്കാളും കുറച്ചുകൂടി കോസ്റ്റ്ലിയർ ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1.6 mm തിക്നെസ് വരുന്ന 1.5 ഇഞ്ച് റൗണ്ട് ടാറ്റയുടെ 1.5 ഇഞ്ച് റൗണ്ട് വരുന്ന പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 ഫീറ്റ് ഹൈറ്റാണ്. 5 ഫീറ്റിൽ നമ്മൾ നോർമലി 7 ഫീറ്റ് ഹൈറ്റിലോട്ടാണ് നമ്മൾ പൈപ്പ്സ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് 2 ഫീറ്റ് താഴോട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം 5 ഫീറ്റ് മുകളിലോട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 5 ഫീറ്റ് ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഡോഗ്സിൻ്റെ അതായത് മെയിനായിട്ട് ഇവിടെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഡോഗ്സിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു. അതായത് ഈ ഒരു കോഴീനെ വിടുന്ന സമയത്ത് എല്ലാം ഭയങ്കരമായിട്ട് ശല്യമുള്ള കാരണമാണ് ഈ ഒരു 5 ഫീറ്റ് ഹൈറ്റ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പലർക്കും തോന്നും നമ്മൾ നോർമലി കോഴി ഫാമിനല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ കൃഷിക്കൊക്കെ 2 ഇഞ്ചാണല്ലോ സജസ്റ്റ് ചെയ്യാറ് എന്നുള്ളത്. ഇവിടെ ആക്ച്വലി 3 ഇഞ്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോർമലി ഓൾറെഡി ഇതിൻ്റെ മുകളിൽ അവർക്കൊരു പ്ലാൻ ഉണ്ട്. അവർ നമ്മുടെ നോർമൽ നെറ്റ് ഉണ്ടല്ലോ, നമ്മൾ കിണറിൻ്റെ മുകളിലും കാര്യങ്ങളൊക്കെ ഇടുന്ന നെറ്റ് ഇതിൻ്റെ മുകളിൽ ഇടാനൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 3 ഇഞ്ച് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരം 3 ഇഞ്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ഇഞ്ച് ചൂസ് ചെയ്തു. പിന്നെ വരുന്ന ഇവിടുത്തെ ഒരു സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. 3 ലൈൻസ് 2.5 mm തിക്നെസ് വരുന്ന 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വയർ ഉപയോഗിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ചെയിൻ ലിങ്ക് 5 ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ടൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന കമ്പികൾ തീർച്ചയായിട്ടും സ്ഥിരം പറയുന്ന പോലെ 2 mm തിക്നെസ് വരുന്ന അതുപോലെ തന്നെ 1.6 mm തിക്നെസ് വരുന്ന വയേഴ്സാണ് ടൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 5 or 6 days ആയി നമ്മൾ പോസ്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട്. എന്നിട്ടൊന്ന് ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നനയ്ക്കാനൊക്കെ പറഞ്ഞു. കസ്റ്റമർ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നനച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരു 6th 7th ഡേ ആണ് നമ്മളിവിടെ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്കൊരു 160 മീറ്റേഴ്സൊക്കെ ചെയ്യാനായിട്ട് ഒരു 3 or 4 hours ആണ് നമുക്ക് മാക്സിമം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ആ കോഴിയുടെ നമ്മുടെ ആ ഒരു ഫാം ഇതിനകത്താക്കിയിട്ടാണ് ചുറ്റുമാണ് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. 2 ഗേറ്റും കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും. അതായത് ഫ്യൂച്ചറിൽ ഇവർക്ക് ബാക്ക് സൈഡിൽ ഇവരുടെ സ്ഥലം തന്നെയാണ്, അതിലോട്ടുള്ളൊരു ആക്സസ് ആണ് പുറത്തോട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീടിൽ നിന്ന് നമ്മളെ ഈ ഒരു കൂടിലോട്ടുള്ളൊരു എൻട്രി ആയിട്ട് ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അവർക്ക് ഫ്യൂച്ചറിൽ നമ്മൾ കുറച്ച് ആടുകളെ വളർത്താനുള്ളൊരു പ്ലാൻ കൂടിയുണ്ട്. അതുകൂടിയാണ് 5 ഫീറ്റൊക്കെ നമ്മളിവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊരു അഡീഷണൽ എക്സ്പെൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെ കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വളർത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലൈൻ്റ് എല്ലാം പുറത്താണ്. ക്ലൈൻറ്റിൻ്റെ ഫാമിലി മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരാണ് കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 or 4 sites ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാരലലി. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഹരിപ്പാട്, കുട്ടനാട്, തിരുവല്ലയൊക്കെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും നോർമലി എല്ലാം GI പൈപ്പ്സ് ആണ്. ഇപ്പോൾ നോർമലി നമ്മൾ കോൺക്രീറ്റ് പില്ലറിൻ്റെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഒരു 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 90% ഇപ്പോൾ GI പൈപ്പിലാണ് ചെയ്യുന്നത്. 1.5 ഇഞ്ച് ടാറ്റയുടെ സ്ട്രക്ചറൽ GI പൈപ്പിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കും കസ്റ്റമേഴ്സിന് കോൺക്രീറ്റ് പോർഷന് ഇന്ന ഡിഫക്ട്സ് ഉണ്ട്, മോശമാണ് എന്നല്ല, എന്നാലും അതിൻ്റെതായ പരിമിതികളുണ്ട്. GI പൈപ്പ് ആണെങ്കിൽ നമുക്ക് ഹാസിൽ ഫ്രീ ആണ്, ലൈഫ് ലോങ് ആയിട്ട് അങ്ങനെ കിടന്നോളും. കാരണം ഇതിൽ റെസ്റ്റോ കാര്യങ്ങളോ വരുന്നില്ല. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ജെനുവിൻ ടാറ്റയുടെ പൈപ്പ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെയിൻ ലിങ്ക് ആണെങ്കിലും നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ചെയിൻ ലിങ്ക്സും ടാറ്റയുടെ ചെയിൻ ലിങ്ക്സ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം കുറച്ച് മെറ്റീരിയൽ ഷോർട്ടേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് ഇനി വേറൊരു വീഡിയോ നമുക്ക് 2 ദിവസം കൊണ്ട് അടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. വേറൊരു വീഡിയോയും വേറൊരു സ്ഥലവും കാണുന്നവരേക്കും ബൈ.